നല്ല ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. അതിന് ശേഷം ഉളുത്ത കുരു കളഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുരുവൊന്നും കളയാണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഓറഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്കിതിൻ്റെ ഡ്രസ്സിങ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാപ്രിക്ക പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പാപ്രിക്ക പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി നമുക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് ഒലീവ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ഒലീവ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഒലീവ്സും കൂടി ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഒലീവ്സ് ആണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ച ഓറഞ്ചും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം കേട്ടോ. 1 മണിക്കൂർ ഒന്ന് വെക്കണം. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം യൂസ് ചെയ്യാവുന്ന കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് സലാഡിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.